അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളായി ഞാനൊരു ഒരു ഡെയിലി വ്ളോഗ് ചെയ്യാത്തത്. അപ്പോൾ ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ അച്ഛൻ ഭക്തി ഗാനെല്ലാം വെച്ചിട്ടുണ്ടായിട്ട്, അപ്പോൾ അതെല്ലാം കേട്ടുകൊണ്ട് പല്ലെല്ലാം തേച്ച് ഫ്രഷായി. പിന്നെ ഇന്ന് രാവിലെ ദോശയാണ് കേട്ടോ. ദോശക്ക് കറിയായിട്ടുണ്ടായിന് ഇന്നലെ വെച്ച അയിലക്കറിയാണ് കേട്ടോ. ഇത് തേങ്ങ വറുത്തരച്ച് വെച്ച അയിലക്കറിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അച്ഛൻ വരുമ്പം അച്ഛൻ പയ്യന്നൂർ പോയിട്ടുണ്ടായിട്ട് വരുമ്പം മറ്റേ മാല മീൻ വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അമ്മ അതെല്ലാം വൃത്തിയാക്കി ഒരു കൂമ്പ് പൊട്ടിച്ച് കൂമ്പ് വാങ്ങിയിട്ടുണ്ടായിന്. പിന്നെ കൂമ്പ് പേര് വെക്കാൻ വിചാരിച്ചു. അപ്പം ഞാൻ കൂമ്പ് പൊറിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ പണികൾ ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ചെയ്യും, എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ അങ്ങനെ ഞാൻ കൂമ്പ് മുറിച്ചു കേട്ടോ. ഈ കൂമ്പ് മുറിക്കുമ്പോൾ ഒരുമാതിരി കറയുണ്ടാവും, എൻ്റെ നഖത്തിനും കൈക്കെല്ലാം കറുത്ത കറ വരും. കറ പോകാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഗൈസ്? അങ്ങനെ ഞാൻ കൂമ്പെല്ലാം മുറിച്ചിട്ടുണ്ടായിന്. മുറിച്ചിട്ട് അത് വെള്ളത്തിലിട്ട് വെച്ചു കേട്ടോ. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ കൂമ്പ് തിന്നുമ്പോൾ കറിയുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ കൂമ്പെല്ലാം മുറിച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന്. പിന്നെ അമ്മയാണ് കേട്ടോ മീനെല്ലാം മുറിച്ചത്, ഞാൻ മീനൊന്നും മുറിച്ചിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് പണിയുണ്ട്. അച്ഛൻ അമ്മക്ക് നടുവേദന ആയതുകൊണ്ട് ഇപ്പം അമ്മേനോട് ഞാൻ തുടക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ ഇന്ന് വീടൊന്ന് തുടക്കണം. അപ്പോൾ അന്ന് ഞാൻ തുടക്കാൻ വിചാരിച്ചു. പിന്നെ ഇന്ന് അങ്ങനെ ഏട്ടൻ്റെ അമ്മയും അനിയത്തിയും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പോൾ അവർ വരുമ്പോഴേക്ക് പണിയെല്ലാം എടുക്കണം. ഞാൻ തുടക്കുമ്പോൾ നിമോശാണെന്ന് എന്തെല്ലോ കുരുത്തൊക്കെ ഒപ്പിച്ച് വെക്കുന്നുണ്ടായിട്ടാ. അപ്പോൾ അതെല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോഴേക്ക് അവർ വന്നിട്ടുണ്ടായിട്ടാ. അപ്പോൾ പിന്നെ ഇപ്പോൾ അമ്മക്ക് നടുവിന് സുഖമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. അല്ലെങ്കിൽ അമ്മേനെ ഇതെല്ലാം ചെയ്യൽ. ഞാൻ എണീക്കുമ്പോഴേക്കും അമ്മ പകുതി പണിയും തീർക്കും. പിന്നെ എനിക്ക് എടുക്കാനായിട്ട് വലിയ പണിയൊന്നും അമ്മ വച്ചക്കലുണ്ടായില്ല. പിന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ മടിച്ചു പോയത്. അങ്ങനെ അവർ വന്നു കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് നിമോഷ് ഭയങ്കര എക്സൈറ്റഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ നാളായി നമ്മൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പോൾ ആ ഏട്ടൻ്റെ അനിയത്തിൻ്റെ ഓളായിട്ട് നിമോ ഭയങ്കര കമ്പനിയാണ്. അപ്പോൾ ഓളെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ അവർ കെട്ടിപ്പിടുത്തും ഉമ്മമക്കളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒന്ന് താനുവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിട്ടാ. ഏട്ടൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് നടന്നിട്ടാണ് പോയിനി. ഓട്ടോറിക്ഷയൊന്നും കാത്തു നിന്നില്ല. അപ്പോൾ വൈകി ഞാൻ സൂര്യനോ പുഴവോ കാണിക്കുന്ന രംഗമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വരുന്ന വൈകുന്നേരം ഇങ്ങനെ സൂര്യനോ പുഴവോ വന്ന് കളിക്കലുണ്ട് കേട്ടോ. ശരി ഉത്തരം പറഞ്ഞവർക്ക് സമ്മാനം. അങ്ങനെ തനുവിൻ്റെ അടുത്ത് പോയി തനുവിനെല്ലാം കുറേ സമയം കളിപ്പിച്ചു. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഉച്ച കഴിഞ്ഞിന് കേട്ടോ. അങ്ങനെ നമ്മൾ വീണ്ടും നടന്നിട്ട് വീട്ടിലെത്തിയിട്ട് ഇന്ന് കൂമ്പുപ്പേരിയും തോരക്കറിയും മീൻ കറിയും പിന്നെ കുറച്ച് ചിക്കൻ പാർസൽ വാങ്ങിയിട്ടുണ്ടായിന് അവർ വന്നതുകൊണ്ട്. അതെല്ലാം കൂട്ടി ചോറുണ്ടു. പിന്നെ ചോറെല്ലാം കഴിച്ചതിന് ശേഷം അവർ വീട്ടിലേക്ക് പോയിട്ടാ തിരിച്ചു പോയി. പിന്നെ വൈകുന്നേരം ഞാനൊരു എലൈറ്റിൻ്റെ ക്യാരറ്റ് കേക്ക് തിന്നിട്ടുണ്ടായിന്. എനിക്ക് വൈകുന്നേരം ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ പോകേണ്ട ആവശ്യമുണ്ടായിന്. അപ്പോൾ പോകുന്ന യാത്രയിൽ കാണുന്നത്. പിന്നെ വൈകുന്നേരം വിളക്കെല്ലാം കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പുതിയ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണുന്നവരെ ബൈ ബൈ.